കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് മധൂർ വില്ലേജിൽ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയത്. 2 ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബങ്ങളെ സുനാമി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, കാസർഗോട്ടും കനത്ത മഴയാണ്. ഇതിപ്പോൾ എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ട്? കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും എന്നൊക്കെയുള്ള സൂചനയുണ്ടോ? അനുജ, ഇന്നലെ രാത്രി മുതൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ ശമനം വന്നിട്ടുണ്ട്. എന്നാലും കാസർഗോഡ് മധൂർ വില്ലേജിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം കയറുന്നത് തുടരുകയാണ്. മധുവാഹിനി പുഴയിലൊക്കെ വെള്ളം കയറി അത് മധൂർ ക്ഷേത്രത്തിലൊക്കെ ഭാഗികമായി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മധൂർ വില്ലേജിലെ 5 കുടുംബങ്ങളെയാണ് 25 ആളുകളെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതിഥി തൊഴിലാളികളായ 2 കുടുംബങ്ങളെ സുനാമി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമാവുകയാണ്. വെള്ളം വൈകുന്നേരത്തോടുകൂടി ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയിലാണ് അധികൃതരുമുള്ളത്. എന്തായാലും മറ്റ് കേന്ദ്രങ്ങളൊന്നും തന്നെ, അതായത് ഇവരെ താമസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളൊന്നും തന്നെ ഇപ്പോൾ തുറന്നിട്ടില്ല. ഇവരെ ബന്ധുവീടുകളിലേക്കും സുനാമി പുനരധിവാസ കേന്ദ്രത്തിലേക്കുമൊക്കെയാണ് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്നത്. അനുജ, കാസർഗോഡ് കനത്ത മഴയാണ്. പ്രത്യേകിച്ച് മധൂർ വില്ലേജിൽ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പുകൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് ബന്ധുവീടുകളിലേക്ക് മാറ്റി. കൂടാതെ സുനാമി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് അരുൺ പാറയ്ക്കൽ നൽകിയത്.